ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ് നമ്മെ? നമ്മളിപ്പോൾ വയനാട്. അതെ ഗൈസ്, നമ്മൾ വയനാടാണ്. ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്കറിയാം, നമ്മൾ ഇന്നലെ രാത്രി ആണ് നമ്മൾ വയനാട് എത്തിയത്. സോ ഇന്ന് ഫുള്ള് നമ്മൾ വയനാട് എക്സ്പ്ലോറിംഗ് ആണ് അല്ലേ? ഫുള്ളല്ല, കുറച്ച് എല്ലാം ഒന്നും പോയി കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഈ ഒരു പ്രോപ്പർട്ടിയിലാണ്. ഇവിടെ ഒരു 3 കോട്ടേജ് ഉണ്ട്. ഞാൻ ഇന്നലെ രാത്രി ആയതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അച്ഛൻ എന്തി പോയി എവിടെ? അങ്ങോട്ട് പോയി. ഇനി നമുക്കിനി കുളിക്കണം, ഡ്രസ്സൊക്കെ മാറണം. റൂമിൽ നിന്നിട്ട് ആദ്യം കാണുന്ന വ്യൂ അതാണ് കേട്ടോ. കണ്ടോ, ഒരു വലിയൊരു മല കണ്ടോ. ഹലോ എവരിബഡി. എന്താണ് രാവിലെ എങ്ങനെ ഉണ്ടായിരുന്നു? മോർണിംഗ് അടിപൊളി. ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുപ്രഭാതമായിരുന്നു. രാവിലെ വ്യൂ നോക്കിയായിരുന്നാ? വ്യൂ സൂപ്പർ, പക്ഷെ ഇങ്ങോട്ട് മഞ്ഞ് നല്ല കോടയായിരുന്നു. ഇവിടെ ഷട്ടിൽ കളിയൊക്കെ ഉണ്ട് നമുക്ക്. അച്ഛാ എനിക്കിവിടെ തരും. ബാറ്റോ? ഞാനും കളിക്കാം. എന്റെ കൈ കൊണ്ട് പറ്റുമുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതിന് ശേഷം ഷട്ടിലൊന്നും കളിച്ചിട്ടില്ല. ഞാൻ പഴയ കോരിയും ബന്ധുവാ. ഓഹോ, നീ കൈ ഓങ്ങ് കളിക്കണേ. ഇനി എന്റെ POV ഷോട്ട് ഉണ്ടോ? ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിട്ട് ചെറിയൊരു ആക്ടിവിറ്റി സംഭവം ഉണ്ട്. മറ്റേ നിരങ്ങണേ. വലിയവർക്കും കളിക്കാം. ഇതില് നിരങ്ങി, ഇത് കറങ്ങി പോണതാ. പോട്ട്. പോ. താഴെ എത്തിയാ? ഓക്കെ. അടുത്ത ഞാൻ. ലെറ്റ്സ് ഗോ. അമ്മ എന്റെ കൊച്ചുമോളാ. ഞാൻ നേരെ ഇരുന്നില്ല. രാവിലെ പുല്ല് തല. ഇത് അയ്യോ, ഇവിടെ ഇരിക്കാൻ പാടാട്ടോ. ഇറങ്ങണേ. റിവേഴ്സ് ഇറങ്ങുന്ന ഡ്രൈവർ ഞാനാണ്. ഓ, ഇത് കാപ്പിയല്ലേ? ഓഹോ, ഇതാണ് കാപ്പിക്കുരു. ഇത് കാപ്പിയാണോ ഏലക്കയാണോ? ഇതാണ് കാപ്പിക്കുരു. ഇത് ഉണക്കി പൊടിച്ചല്ലേ നമ്മുടെ അത് ഒടിഞ്ഞു. എവിടെ? അത് ചുവന് വിളഞ്ഞു പഴുത്തല്ല. അത് വിളഞ്ഞതാ. ആ ചുവന്നിരിക്കുന്നുണ്ട്. കറുത്ത കളറാവും. ഇങ്ങോട്ട് മൊത്തം കാപ്പിത്തോട്ടോ. പിന്നെ ഇടയ്ക്ക് മറ്റേ കുരുമുളകും ഉണ്ട്. ഇനി നമുക്ക് ഫ്രഷായി റെഡി ആയിട്ട് നമുക്ക് ഇറങ്ങാം സുഹൃത്തുക്കളെ. ഫസ്റ്റ് നമ്മൾ പോണത് ഗ്ലാസ് ബ്രിഡ്ജ്. ഓക്കെ, റെഡി ആയിട്ട് വരാം. കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ട് നല്ല അടിപൊളി ചൂട് പുട്ടും കടലക്കറി, ഭൂരി, കിഴങ്ങറി. ഇവിടെ ഭൂരി അതിനകത്ത് ഒഴിച്ചല്ലേ? നിറച്ച്. ഞാൻ കുറച്ച് പുട്ട എടുത്തുള്ളൂ കേട്ടോ. സാധാരണ ഞാൻ പുട്ടങ്ങനെ കഴിക്കുന്നതല്ല. കടലെണ്ണ കഴിക്കാം. കഴിച്ചിട്ടോ ഇറങ്ങിയല്ലേ? ഇപ്പോൾ ഇറങ്ങാം. നമ്മുടെ ഷെഫീഖ് ബ്രോയും നമ്മളോട് ഉണ്ട് ഇന്ന്. ഇന്ന് സെറ്റല്ലേ? വേറെ തന്നെ ബ്രോ ഇവിടുത്തെ ആളാട്ടോ. നാടും ഇവിടുത്തെ സ്ഥലവും എല്ലാം പുള്ളിക്ക് പരിചയമുണ്ട്. നമ്മുടെ ഗൈഡ് അല്ലേ, ഇന്നത്തെ ഗൈഡ് ഷെഫീഖ് ബ്രോ ഉണ്ട് കൂടെ. പക്ഷെ ഇന്നലെയൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ചുകൂടെ ക്ലൈമറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ. ഇന്നിപ്പോൾ നല്ല വെയിലാണ്. ബ്രോ, ആ കാണുന്ന മറ്റേ ആ മലേൻ്റെ പേരെന്ത് വരുന്നു? ചെമ്പ്ര പീക്കോ? ചെമ്പ്ര പീക്ക്. ഫസ്റ്റ് നമ്മൾ എങ്ങോട്ടാ പോണോ? ഇവിടെ മറ്റേ തുരങ്കപാതന്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തോളൂ ബ്രോ? ഇതിപ്പോ എത്ര നാളായിട്ടുണ്ട് ഇതിപ്പോ തുടങ്ങിയിട്ട്? 1 month ആയിട്ടേ ഉള്ളൂ. ഒത്തിരി വർക്കുകൾ നടക്കുന്നതാണ് കേട്ടോ ഇതുവഴി. ഇങ്ങോട്ടുള്ള റോഡും അതുകൊണ്ട് തന്നെ കുറേയൊക്കെ മോശമാണ്. ഈ റോഡ് നേരെ ചെന്ന് എൻ്റെ ആവുന്നത് ചൂരൽമലയിലാണ്, മുണ്ടക്കയത്ത്. മുണ്ടക്കൈ. ഈ മുണ്ടക്കൈയും ചൂരൽമലയും
ഒരു സ്ഥലത്തിന് പറയുന്നവരാണ് അത് രണ്ട് സ്ഥലമാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പോണത് ഈ ഒരു ജീപ്പിലാണ്. അങ്ങോട്ടേക്ക് വണ്ടി പോവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ജീപ്പിലാട്ടോ പോണത്. ഹായ് ബ്രോ. ഹായ്. എന്താ പേരെന്തായിരുന്നു? നിയാസ്. ഓക്കെ. അപ്പം ഇനി നമ്മൾ നേരെ പോണത് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? 5 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ടേക്ക് വണ്ടി പോകില്ലല്ലേ? നല്ല ഓഫ് റോഡിങ് ആട്ടോ. ഉണ്ടോ അച്ഛാ? ഉണ്ട്. ഇന്ന് പുട്ടൊക്കെ തിന്ന് കൊപ്പിളിക്ക് നോക്കിയോ പിടിച്ചെടുത്തോ അതിനകത്ത് ആ കമ്പിയിലൊക്കെ. തേയിലത്തോട്ടത്തിന്റെ നടുക്കൂടെയാണ് കേട്ടോ പോണത്. നോക്കിയ ഗൈസ്, എന്തോ ഒരു ഏക്കറില ഇവിടെ തേയിലത്തോട്ടം. നോക്ക്, നമ്മളൊക്കെ ഇത്രയും ചായ കുടിക്കൂ. മെയിനായി ഈ അച്ഛനാ കാരണം. കണ്ടോ, അച്ഛൻ രാവിലെ ഒരു 4 ഗ്ലാസ് ചായ കുടിക്കേ. രാവിലെയും വൈകിട്ടുമായിട്ട് 8 ഗ്ലാസ് ചായ. നമ്മൾ ഇതിനൊക്കെ പറ്റി ചിന്തിക്കണം കേട്ടോ. ഇത്രയും ചായ കുടിക്കല്ലേ. അതല്ലേ നമ്മുടെ ബ്രിഡ്ജ്. ഓക്കെ. ഓ, ബ്രിഡ്ജിലെത്തി ഫൈനലി. മറ്റേ ജമ്പിങ് ഉണ്ടോ ബ്രോ? അച്ഛന് ജമ്പ് ചെയ്യായിരുന്നു എന്റെ മണ്ടേന്ന്. മറ്റേ കെട്ടി നോക്കിട്ട് നാട്ടുമല്ലേ അച്ഛന്. അതുണ്ട് അച്ഛന് മറ്റേ ആ സാധനം വേണ്ട. ഇല്ല, വടം ഉണ്ടല്ലോ, വടം കാലി കിട്ടുക താപ്പോട്ട് ഇടുക. ഓ, ഇടിച്ച് ആദ്യമേ ഫ്ലോപ്പാ. അങ്ങനെയുണ്ട് വ്യൂ. സൂപ്പർ. നോക്കിയ ഗൈസ് വ്യൂ. അവിടെ തണലുണ്ട്. ആ മല ഇല്ല മല ഇന്ന മല. അത് മേഘത്തിന്റെ മല കണ്ടോ? പോച്ചാ മേലെ മോണ്ട മേഘം നിൽക്കുന്നത്. ഓ ശരി, ആ മേഘത്തിന്റെ റിഫ്ലക്ഷൻ ആണ് കെട്ടിക്കുന്നത്. ശരി, അവിടെ വെയിലില്ല, അത് മേഘത്തിന്റെ. വെൽഡൻ. ഇത് മഞ്ഞടിച്ച് ബുദ്ധി കൂടിയെന്ന്. ഈ സംഭവം നല്ല ഹൈറ്റിലാണ് കേട്ടോ. ഏതാണ്ട് ഒരു 48 അടി ഹൈറ്റ് ഉണ്ടച്ചാ. എന്തൊരു സൗണ്ട്? പൊട്ടിയോ? ബാച്ചാ പേടിക്കണ്ട, വാ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. അമ്മയ്ക്ക് ഹൈറ്റ് പേടിയുണ്ട്? ഇല്ലല്ലോ. ഇല്ല, പിന്നെ ഇതിന് മപ്പ് അടിച്ചു പിടിക്കുന്ന. ഓരോരുത്തർ ബെൽറ്റ് ഇട്ടിട്ട് മണ്ടേ ചാടുന്നത്. അതിതല്ല, അത് വേറെയാ. നടന്നോ നടക്കച്ചാ. അവൻ പോട്ടെ. അയ്യോ ഹൈറ്റ് ഉണ്ട്. അച്ഛനും അമ്മയും കൂടെ നടക്കണ്ട. നിങ്ങൾക്ക് 2 പേർക്ക് വെയിറ്റ് കൂടല്ലേ ഇച്ചിരി. ആ മ്യൂസിക് കൂടെ നടക്കമ്മ. നിങ്ങൾ പൊക്കോട്ടെ, ഞാൻ ഇവിടെ ഇല്ല എത്ര പേർക്ക് വേണമെങ്കിലും നടക്കാം. അളിയൻ എന്തോ പോണ. ഇത് ഡിജിറ്റലാണ് കേട്ടോ ഈ സംഭവം. ഇത് പൊട്ടണ മാതിരിയൊക്കെ വരും. ചിലപ്പോ പൊട്ടി താഴെ പോവുകയും ചെയ്യും. പിടിച്ച എന്നെ പേടിയുണ്ടെങ്കിൽ അമ്മ എന്നെ പിടിച്ചോ. അയ്യോ, താഴെ മൊത്തം തേയിലത്തോട്ടം വെച്ചാ. പൊട്ടി അച്ഛാ പൊട്ടി. നമ്മളിപ്പോ തീരും. ഇതിന്റെ പടം ഇടണേ അതിനകത്ത്. അയ്യോ എന്റെ പൊന്നെ, ഏതാ ഹൈറ്റ് നോക്ക്. പിന്നെ നമ്മൾ ലോറിക്കൊക്കെ ഇടൂലേ ആ ഗ്ലാസ്സാ. വെള്ളക്ക് വീണ പൊട്ടുന്നേ ഉള്ളൂ. ചുമ്മാ അറിഞ്ഞത് പൊട്ടത്തില്ല. അയ്യോ നല്ല ഹൈറ്റ്. ഞാൻ താഴോട്ട് നോക്കില്ലായിരുന്നു. അച്ഛാ ഇഞ്ഞു വന്നേച്ചാ. ഇങ്ങോട്ട് വാ, അതിന് കാര്യം കടിച്ചു തരാം. ഇങ്ങു വാ, ഈ പോയിന്റിൽ നിൽക്ക്. ഇവിടേക്ക് ഇങ്ങോട്ട്. അച്ഛൻ എന്തിനാ അവിടുന്ന് വിടച്ചാ? എനിക്ക് വല്ലാണ്ട് വരണം കേസ്. പിടിച്ചു പോവും. അയ്യോ, താഴോട്ട് നോക്കുമ്പോ വല്ലാണ്ട് വരുന്നു. പിടിക്കാതെ വന്നേ, എങ്ങും പിടിക്കാതെ താപ്പോട്ട് നോക്കി നടന്നു വന്നേ. ഏതാ ഹൈറ്റ് നോക്ക്. പക്ഷെ നമ്മുടെ കാലിന്റെ അടി ഒരു തരിപ്പ് പോകുന്നു അല്ലേ ചുമ്മാ ഇരിക്കുമ്പോഴും. അമ്മ താഴോട്ട് നോക്കിയമ്മ, താഴോട്ട് നോക്കിയ സീനാട്ടോ. ഓട് അച്ഛ, ഓടച്ചാണ്ട് ഇങ്ങനെ ചാട്. ആ ഭാഗത്ത് ചെറിയൊരു ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ. അവിടെ ചവിട്ടുമ്പോഴത്തേക്ക് പൊട്ടിയ പോലെയൊക്കെ വരും. പിന്നെ സൗണ്ട് എഫക്റ്റും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ശരിക്കും ആ ഒരു ഫീൽ കിട്ടും പൊട്ടിയതിന്റെ. കോടയും കൂടെ ആകുമ്പോഴത്തേന് വേറൊരു ഫീൽ ആയിരിക്കും അല്ലേ. ഭയങ്കര രസമായിരിക്കും. മിസ്റ്റ് ആണെങ്കിൽ പക്ഷെ നമുക്ക് ഈ വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. ഈ സൈഡ് ആ സൈഡൊക്കെ തമിഴ്നാടാണ് കേട്ടോ. ഇത് പുഴ നേരെ പോയിട്ട് ഇതാകുന്നത് ചാലിയാറില്ലേ? ചാലിയാറിൽ നേരെ പോയിട്ട് ടച്ച് ആവുന്നത്. അപ്പൊ അതൊക്കെ ആറല്ലേ റോഡിന്റെ
ചെറിയ വെള്ളച്ചാട്ടങ്ങളായിട്ടാണ് വരുന്നത്. ഇങ്ങോട്ടല്ലേ ഇതിനകത്ത് വന്ന് ചേരുമായിരിക്കും. എല്ലാം ഇതിൽ വന്നിട്ട് കണക്ട് ആവുന്നതാണ്. എങ്ങനെയുണ്ട് വ്യൂ? വ്യൂ അടിപൊളിയാ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. സൂപ്പർ. കൊള്ളായിരുന്നോ? കൊള്ളാം. ഡാഡ് അടിപൊളി. സൂപ്പർ. എക്സ്പീരിയൻസ്. അയ്യോ അവിടെ രണ്ടുപേര് അവിടെ നിന്ന് കേട്ടോ. ഇന്ന് ഇത്ര നാൾ ഇല്ലാത്തൊരു ഇംഗ്ലീഷ് യെസ് കണ്ടിന്യൂ എന്നൊക്കെ അച്ഛൻ അവിടെ നിന്ന് പുള്ളിന്റെ അടുത്ത് അടിച്ചു. പുള്ളിനെ ഓക്കെ സാർ ഓക്കെ. ഇംഗ്ലീഷ് ഒക്കെ അറിയല്ലേ? അറിയാവുന്നവരടുത്ത് പറയുന്നത് അവർക്ക് ഹിന്ദിക്കാര്, നമുക്ക് മലയാളം പറഞ്ഞാൽ അവർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് അച്ഛൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. അപ്പൊ അവര് വെയിൽ അടിക്കുന്നുണ്ട്. നമുക്ക് പോവാം. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഹേസ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയാൽ ഒത്തിരി ലേറ്റ് ആവും. ചിലപ്പോൾ ഫുഡ് കറക്റ്റ് എനിക്ക് സമയത്ത് കിട്ടത്തില്ല. ചൂട് ചോറ്, അവിയലുണ്ട്, പച്ചടിയുണ്ട്, ക്യാബേജ് തോരൻ, ഇത് അച്ചാറുണ്ട്, നല്ല അടിപൊളി മീൻകറി ഉണ്ട്. ആദ്യം മീൻകറിയും ചോറും അങ്ങോട്ട് കഴിക്കാം. നല്ല ചൂടാണ്, അതുകൊണ്ട് ഊതിയെ കഴിക്കാൻ പറ്റും. കുറച്ച് സമയം എടുക്കും. അയിലുണ്ട്, നെത്തോലി വറുത്തുണ്ട്. അയല നെത്തോലി വറുത്ത്, സിലോപ്പി ഫ്രൈ ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ തന്നെ മീനല്ലേ? ഇവിടുത്തെ പുഴ മീനാട്ടോ ഇത്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ സൂചിപ്പാറ കുറച്ച് അഡ്വഞ്ചർ പാർക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. സൂചിപ്പാറ വാട്ടർഫോൾസ്. ബ്രോ വാട്ടർഫോൾസ് താഴോട്ടാണോ? അങ്ങോട്ടേക്ക് അല്ലേ? ടോൾഡി തിയേറ്റർ എക്സ്പീരിയൻസ് സംഭവം, അങ്ങനത്തെ കുറച്ച് സംഭവമുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജും വരുന്നുണ്ട്. ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഏതാണ്ട് നമ്മൾ നേരത്തെ പോയില്ലേ അതിനെക്കാട്ടി ഭയങ്കര വലുതാണ്. പക്ഷേ വ്യൂ വെച്ച് നോക്കുമ്പോഴത്തേന് അവിടെയാണ് ബെറ്റർ. താഴെ മറ്റേ തത്തയൊക്കെ ഉണ്ടച്ചാ, തത്തയൊക്കെ വന്ന് മറ്റേ പറന്ന് വന്ന് തലേ വന്നിരിക്കും. അത് അങ്ങനെ കൊണ്ട് കൊത്തിക്കണോ തത്തയെ കൊണ്ട്? മുട്ടത്തലല്ലേ? പാമ്പുണ്ടോ? ഉണ്ടോ? എല്ലാ സാധനവും ഉണ്ട്. പാമ്പിന്റെ അടുത്ത് കഴുത്തി കൂടി ഇടാം മമ്മി. കിടികൾ കരയുന്നു ഡാഡ്. Oh my god. അത് ഇത് നെറമ്പാറി പക്കി. ഇവിടെ മീനിന്റെ മണ്ടയില പെട്ടെന്ന് കാണത്തില്ല. മണ്ടയിലോട്ട് നോക്കാൻ പറഞ്ഞാലേ കാണാൻ പറ്റൂ. ഇതെന്തൊരു മീനാ ഇത്? ഷാർക്കോ? ഷാർക്ക്. ഈ നമ്മുടെ കടലിൽ കാണുന്ന ഷാർക്ക് അതാണോ? അല്ല, ശരിക്കും നമ്മളിത് മലയാളത്തിൽ പറയുന്നത് വാളാന്ന് പറയും. വാള. അത് സ്രാവിന്റെ കുളത്തിലാണെങ്കിൽ ഒരു 3-4 കിലോ വെയിറ്റ് വരും. ഇത് സിലോപ്പിയും ചെമ്പല്ലി. ഇതിനെ നമ്മൾ നേരത്തെ തിന്നത് അവിടെ നിന്ന്. വേണ്ട ഇതായിരുന്നു സിലോപ്പി. ഒരെണ്ണം പിടിച്ചാലോ? വൈകിട്ട് ഗ്രില്ലടിക്കാം. ഗിനിപ്പങ്ങി. നമ്മള് കാട്ടിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇതെന്തുവാ? ഇതെന്താ ഐറ്റം? പറക്കുന്ന അണ്ണാൻ. ഇതിന് ചിറകില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ പറക്കും? ഇത് ഞാൻ ട്രിവാൻഡ്രം സൂവിൽ കണ്ടിട്ടുണ്ട് ഈ സെയിം സാധനം. ആ, കന്നിമൂലയൊക്കെ അല്ലേ? ഓ അത് തന്നെ സൂവിൽ പോകും. അത് ഒരെണ്ണത്തിന്റെ വില ഒരു 1.5 ലക്ഷം രൂപ വില വരും. അത്രേ ഉള്ളു. അതുമല്ല, ഇത് കന്നിമൂല വെച്ചാ വീടിന് നല്ലതാ. ധനം വരും. ഒരെണ്ണം മേടിച്ചാലോ? ഇത് കൊത്തു. ഇത് ദൈവമേ. അച്ഛ ആദ്യം പോട്ടെ. അയ്യോ അയ്യോ ഇരിക്കുന്ന. അയ്യോ കയ്യിലൊക്കെ ഒന്നിരിക്കണ്. കൊള്ളല്ലേ ഇത്? തലയിലിട്ട് ഇത് ഭയങ്കര പറക്കല കേട്ടാ. എന്റെ ജീവിതത്തിൽ ഇത്രയും ജീവിതത്തെ കയ്യിൽ വേണ്ട. ഒരാളെ ഒന്ന് എന്റെ തോളെ ഒന്ന് ഇരിപ്പുണ്ട്. വേണ്ടേ? ഹായ്, ഹലോ. എന്റെ ഇല്ല ഫുഡ്. ആ പോയി. അച്ഛന്റെ തല അപ്പി ഇട്ടാ അത്? ഇത് ഫുഡാണോ? അല്ല, അവിടെ എന്റെ ഫുഡില്ല. എന്തിരി ഉമ്മച്ചി? ഇവിടെ ആക്രമിക്കില്ല. ഫുഡ് വരുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഉള്ളത് ഉണ്ട്.
തലയിലൊന്നും ഇടില്ല. അമ്മേ. ഞാനേ മുറിച്ച് പിടിച്ചിട്ട് ആ പിടിക്കുമ്പോ മാറും. അല്ല തുറക്കാത്ത ഒറ്റ കൊതു കടിക്കും. ആ തിന്നോ തിന്നോ തിന്നോ. കൊച്ചുന്റെ തലയില് തീറ്റ. ഓ ഇത് അള്ളുന്ന കേട്ടോ ഇനി നഖമുണ്ട്. അമ്മേ ഇവിടെ അല്ല ഇവിടെ ചീടി ഇവിടെ കൂടുതൽ ഒരു കയ്യിൽ കൂടുതൽ മുടിയെല്ലാം തിന്നോണ്ട് പോയി മുട്ടയാവോ എന്തോ. കൊത്തി കൊത്തി കടിച്ചെന്റെ കയ്യില്. പൊക്കോ പൊക്കോ. ഓക്കെ. ഈ കിളികൾക്കൊക്കെ നല്ല റേറ്റ് വരുന്ന കിളികളാണ് കേട്ടോ. ഇതൊക്കെ എക്സ്പോർട്ടിങ് അല്ലേ ഇവിടെ അല്ല. കളറ് കൊള്ളാം എന്റെ. അയ്യോ ഇത് നമ്മുടെ തത്തേന്റെ ഒക്കെ വർഗ്ഗമാണോ ഇതൊക്കെ? വലിയ താല്പര്യം ഇല്ല തോന്നുന്നു നമ്മുടെ കയ്യിലോട്ട് പോയി. ആ തിന്നോ വേണ്ട. ഇതിപ്പോ എനിക്ക് അറ്റാക്ക് വന്ന് വേണ്ട കുഴപ്പമില്ല. കൊച്ചുനെ കഴിക്കുന്നില്ല. ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഇഷ്ടപ്പെട്ടില്ല. നോക്കിയാണ് കണ്ടോ സീനാട്ടോ. ടാറ്റ ഞാൻ പോവാ. അല്ലേക്ക് പോണിക്കുന്നു. എടാ എന്നെ ചെറിയുന്നതാ ഇത്. എടുക്കുന്നവര് പേടിച്ച് ആണല്ലേ വേണ്ട. വാ വാ ചിലപ്പോ കേറും. കണ്ടോ അത് സീന ഇനി വേണ്ട. കണ്ടോ വരുന്നുണ്ടോ? പാമ്പുണ്ട്. വാ വാച്ചാ ഡോണ്ട് വറി. വാ 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 ഇങ്ങോട്ട് വാച്ചാ. വേണ്ടേ ഇത് കടിക്കുന്ന സൈസ് പാമ്പല്ല. വാ ഒരു സീനും ഇല്ല ഇത്. വാ അത് കടിക്കുന്നില്ല. അങ്ങോട്ട് ഒന്നും ചെയ്തില്ല പാമ്പ്. എന്റെ അമ്മച്ചി തൊട്ട് നോക്കട്ടെ. കടിക്കോ തല എങ്ങനെ ഒരു വല്ലാണ്ട് വെച്ചേക്കുന്നു. ഇല്ല ചുറ്റും അവന്റെ കയ്യിൽ. അയ്യോ നാക്ക് നീട്ടുന്നത്. ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുണ്ട്. എനിക്ക് പേടിയാ. തോളത്തിട്ടുണ്ട്. അമ്മേന്റെ തോളത്തിട്ടോ. അമ്മ വാ വാ വാ. ഇതുണ്ട് നമ്മൾ സാധാ പാമ്പിന്റെ അടുത്ത് കൈ ഇങ്ങനെ കൊണ്ടുപോയി കൊത്തി തല ബാക്കിലോട്ട് വലിക്കുക. ഹാരം ഇടും പോലെ കിട്ടാതെ ഇങ്ങോട്ട് മുന്നോട്ട് കൊച്ചു ഇങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. ക്യാമറയ്ക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. കണ്ണു തുറന്നോളൂ. തൊട്ടോ 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 അവിടെ ഉണ്ടത്. അയ്യോ നാക്ക് കിട്ടുന്നത്. ഇങ്ങനെ അടുക്കുന്ന കേട്ടാ. അടുക്കുന്ന ഇറുക്കോ? അടുക്കുന്നുണ്ട് ഇച്ചിരി. കുഴപ്പമില്ലല്ലോ. വരൂല ഇവിടെ ആ കരകുന്ന. കയ്യിൽ പിടിച്ചു നോക്ക്. കുഴപ്പമില്ലല്ലോ. എന്തോ ചേച്ചാ അടുത്തത് അച്ഛൻ എന്നുള്ള ധാരണ വേണ്ട. നേരെ ക്യാമറയ്ക്ക് അച്ഛൻ പാമ്പിനെ പിടിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. അത് ശരിയാ. അച്ഛനായിട്ട് മാച്ച് ഉണ്ട് അച്ഛാ. പെരുമ്പാമ്പും ഇതിപ്പോ ഫുഡ് കഴിച്ചിട്ടിരിക്കുന്നതാണോ? കാലത്ത് ഇന്ന് എന്തിനാ കൊടുക്കുന്നത്? ശിവനാ അച്ഛാ ശിവൻ. അത് അച്ഛൻ സ്വന്തമായിട്ട് തന്നെ എടുത്തിട്ട് അങ്ങ് നേരെ ഇടും. അത് തറ വീടില്ല കേട്ടോ സാധനം. ഞെരുക്കുന്നുണ്ട് ഇത്. ഓന്താ ഓന്ത് ഞാൻ നിൽക്കുമ്പോൾ ഇത് കടിക്കത്തൊന്നുമില്ലല്ലോ അല്ലേ? കടിക്കുമോ? ഇല്ല. ഇവിടെ ഈ വാലയെ പിടിച്ചു എന്നിട്ട് ഇതിനകത്തൂടെ കൈ പിടിച്ചാൽ ആ സാധാരണ സോൾഡറിലൊക്കെ വെച്ച് കൊടുക്കുക. കാഷ്ടിച്ചില്ല. ചിലപ്പം കൂടെയൊക്കെ ഒന്നും ചെയ്യില്ല. കടിക്കത്തൊന്നുമില്ലല്ലോ അല്ലേ ഇത്? ഇതിപ്പോ ഇന്നലെ ഒരു ഇതിന്റെ പെറ ഇല്ല, റബ്ബർ കണക്കിരിക്കണ് ഇല്ലേ? ഇതിന്റെയൊക്കെ വർഗത്തിൽ വരുന്നതല്ലേ? ഓ അതിന്റെയൊക്കെ വലിയ സൈസും ഉണ്ട്. ഇത് ആൺകുട്ടിയാണ്. ആൺകുട്ടി. ഹൈഡമനെ സുക്കാമണിയൊക്കെ ഉണ്ടോ?
നീ കടിക്കത്തൊന്നും ഇല്ലല്ലോ അല്ലേ? നീ കയറി സേഫായിട്ട് ഇരിക്കുക. ഓക്കെ, എന്നാ ചേട്ടാ എടുത്തോ. എന്നെ ഇനി ഉറങ്ങിയാൻ തോന്നുന്നത്. അയ്യോ എങ്ങനെ ഇരിക്കുന്ന? നിന്റെ കണക്കിരിക്കുന്നു. രണ്ടുപേരും ഒരേ കണക്കിരിക്കുന്നു. അങ്ങനെ കണ്ണാടിയാണോടാ ഇത് വെച്ചോ? ഏതാ ലുക്കല്ലേ ഇത്? ഇല്ല ഡിനോസർ അല്ലേ? ഡിനോസറിന്റെ ഫേസ് ഉണ്ടല്ലോ, അതുപോലെ നാക്കൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ സ്വയരക്ഷയ്ക്ക് വേണമെങ്കിൽ കടിക്കും ചിലപ്പോ. പല്ലില്ല. ഓ, ഈ ലുക്കേ ഉള്ള നിനക്ക് പല്ലില്ലല്ലേ? ആ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു നിനക്ക് പല്ലുണ്ടെന്ന്. അതല്ലേ നിന്നെ ഞാൻ പേടിച്ചത്. ഇത്രേ ലുക്കല്ലാണ്ട് മിക്കവാറും പല്ലില്ലെങ്കിൽ അവനെ കടിക്കാൻ തോന്നുന്നു. ഐ ഹാവ് കേട്ടോ, എനിക്കുണ്ട്. ഓട്ടെ സാരമല്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും കുറ്റകരമാണ്. മൂത്രം ഒഴിക്കുന്നത് പ്രശ്നമുണ്ടോ? അത് എഴുതി വെച്ചിട്ടില്ല. വേണമെങ്കിൽ ക്യാമറ ഉണ്ടോ? നിരീക്ഷണമുണ്ടോ? ഇല്ല. വേണ്ട, ഇങ്ങോട്ട് നോക്കി. 200 രൂപ ഇതിനകത്ത് എൻ്റർ ആവാനാണ് കേട്ടോ. 4 പേർക്ക് പോകാനായിട്ട് ബോട്ടിന് 450 രൂപയാണ്. ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ 200 രൂപയ്ക്കും. ജാക്കറ്റൊക്കെ ഉണ്ട്, ജാക്കറ്റൊക്കെ ഇടും. മണം ഉണ്ടോ? ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് നമ്മൾ ബോട്ടിൽ കയറാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അച്ഛൻ ബോട്ട് ഇത് ചെയ്തിട്ടുണ്ടോ? പെടൽ ചവിട്ടി പോയിട്ടുണ്ടോ ഇതിനു മുമ്പ്? യുവർ ഫസ്റ്റ് ടൈം റൈറ്റ് നൗ. ചവിട്ടി മറിക്കാൻ പോവാ. മറിക്കരുത്, പിന്നെ ഇത് മറിച്ച ചത്തുപോയില്ലേ? മൊത്തം 20 മിനിറ്റ് ആണ് കേട്ടോ ഇതിനകത്ത് ചവിട്ടുന്ന ടൈം. കുറച്ച് വെയിറ്റ് കൂടില്ല കേട്ടോ. 90 കിലോ ഉണ്ട് അച്ഛൻ. ബാലൻസ് ആവോ? അയ്യോ അയ്യാ. ഓക്കെ ഓക്കെ. അളി ഇപ്പുറത്ത് കളിയാ. ആ സൈഡ് പോയി വെയിറ്റ് കൂടി. ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കുന്നത്. സത്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഡ്രൈവർ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വരൂലായിരുന്നു. എനിക്കിത് ഓട്ടിക്കാൻ അറിയാം, മറന്നുപോയി. ഇത് ഗിയർ ഇതാണ് അച്ഛാ, സ്റ്റിയറിംഗ് അതിന്റെ. അച്ഛാ എടേ സൂപ്പർ. ഞാൻ ചവിട്ടുക. വണ്ടി സ്ട്രെയിറ്റ് ചെയ്തോണ്ടേ. ആ ബോട്ട് വന്നുണ്ടോ? എടാ നമുക്ക് പങ്കായം ഇല്ലല്ലേ? പക്ഷെ ബാക്കിൽ ഇവർക്ക് 2 പേർക്ക് 2 പങ്കായം കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. ഇല്ല വെറുതെ ഇരിക്കണ്ടല്ലോ. നീങ്ങുന്നില്ലേ? എടേ ഇത് യമഹയുടെ മോട്ടറല്ല, ഞങ്ങളുടെ കാലാ. പെതുക്കെ ചോടിയാ മതി. റിലാക്സ് ചെയ്തോട്ട് ഇങ്ങനെ. വേണ്ട, ഞാൻ കണ്ടോ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ കാല്. ഫോണുണ്ടോ? അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നീങ്ങുന്നില്ല. ഹേസ് ഞങ്ങൾ ലേക്കിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ ഒരു ചായ കുടിക്കാനായിട്ട് ഒരു അടിപൊളി വ്യൂവിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടുത്തെ വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, അടിപൊളിയല്ലേ? ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഇവിടെ ചെറിയൊരു ചായക്കട ഉണ്ട് കേട്ടോ. ഇവിടെ അച്ഛാ ഉണ്ടുണ്ട്, പക്ഷേ അരി ഉണ്ടുണ്ട്, മുറുക്കൊക്കെ ഉണ്ട്. 5 ചായ മുറുക്ക്. ഇതാണല്ലോ ഉണക്കി തേയിലയാക്കുന്നല്ലേ? തേയിലയുടെ ടേസ്റ്റ് ആണോ ചാവച്ച? തേയിലയുടെ മണമൊന്നുമില്ല. അടിപൊളി ചായ. तुम पास आए यूं मुस्कुराए तुमने न जाने क्या
ചിക്കൻ ഗ്രിൽഡ് ഉണ്ട്, പിന്നെ നമ്മൾ ഫിഷ് ഗ്രിൽ ചെയ്ത് കേട്ടോ. ഇതിന്റെ പേരെന്ത് വരുന്നു? പേര് ഞാൻ പറഞ്ഞു. നെട്ടർ. ഇത് ഇവിടെ മാത്രമേ ഉള്ളോ? ഇത് മറ്റേ ഡാമിൽ നിന്ന് പിടിക്കുന്ന, ഇത് ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനാണ് കേട്ടോ. ഇതിന്റെ പേര് ഞാൻ കേട്ടിട്ടില്ല. ഇത് നെട്ടർ എന്നാണ് ഇതിന്റെ പേര്. മറ്റേ ചൂട് മന്തിയും ഗ്രിൽഡ് ചിക്കനും. ഹേ ഗൈസ്, അപ്പോൾ ഇന്നലെ ഔട്ട്ഡോർ എടുക്കാനൊന്നും പറ്റിയില്ല. ഇന്നലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങി. നിങ്ങൾ ആദ്യം പോയി കിടന്ന് ഉറങ്ങിയില്ലേ? ഇവരെ ഒന്നും പിന്നെ കണ്ടതേ ഇല്ല ആ വഴിക്ക്. അത്ര 12 മണി കഴിഞ്ഞിട്ടല്ലേ ഉറങ്ങി. നമ്മൾ ഒത്തിരി നേരം ഇരുന്നായിരുന്നു അവിടെ. ജലദോഷവും വിഷയമായി. അച്ഛനും പനി, ചെറുതായിട്ട് പനിയുണ്ട്. പൂളി ചാടിയില്ലല്ലോ നമ്മള്. പൂളി ചാടിയില്ല. പൂളി നമുക്ക് ഇന്ന് ചാടാം. ഉറങ്ങിയപ്പോഴത്തേനും നല്ല താമസം. എനിക്കൊന്നൊരു 1 മണിയോ എന്തോ കൊണ്ടായി. ഞാൻ പിന്നെ എഡിറ്റ് കൂടെ ചെയ്തിട്ട് ആണ് കിടന്നത്. അപ്പൊ യാ ഗൈസ്, അപ്പോ അത്രേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ യാത്ര സംഭവങ്ങളൊക്കെ? ഇന്നത്തെ എല്ലാം സെറ്റായിരുന്നു. അടിപൊളി. അമ്മ അടിപൊളിയായിരുന്നു. സ്ഥലങ്ങളൊക്കെ ഭയങ്കര രസമല്ലേ കാണാൻ? ഫോണൊക്കെ കിട്ടിയ? ഓ, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടെ. എന്റെ ഫോണ് മിസ്സായിപ്പോയി. എന്റെ ഒരു സെക്കൻഡ് ഫോൺ ഉണ്ട്, അത് മിസ്സായിപ്പോയി. നമ്മൾ ആ 3D തിയേറ്ററിൽ പോയില്ല, അവിടെ ഭയങ്കര കുലുക്കുമായിരുന്നു. എന്റെ പോക്കറ്റിലാണ് ഒത്തിരി സാധനം. അമ്മയുടെ ഫോൺ സഹിതം എന്റെ പോക്കറ്റിലായിരുന്നു. എല്ലാം കൂടെ എന്റെ പോക്കറ്റിൽ ഇരുന്നിട്ട് അതിങ്ങനെ കുലുങ്ങി ഇതാക്കി എന്റെ അവിടുത്തെ സീറ്റ് വീണ്. പിന്നെ മൂഡ് വന്നത് ഉണ്ടെന്നറിഞ്ഞപ്പോഴാണ് പിന്നെ മൂഡ് വന്നത്. അത് മെയിനായിട്ട് എന്റെ ആപ്പിൾ ID രണ്ടും, എന്റെ മാക്കിൻ്റെതും ഈ ഫോണിൻ്റെതും സെയിം ആണ്. പക്ഷെ മറ്റേതിന്റെ വേറെ ആപ്പിൾ ID ആണ്. അല്ലെങ്കിൽ മറ്റേ ഫൈൻഡ് മൈ ഡിവൈസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ വേറെ ആയതുകൊണ്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ മൊത്തത്തിൽ ടെൻഷനായിപ്പോയി. അങ്ങനെ എന്തായാലും അത് കിട്ടിയിട്ടുണ്ട്. സാധനം വന്നിട്ടില്ല. അവര് അവിടെ ഇരിപ്പുള്ളിനെ പോയി കളക്ട് ചെയ്യാം. ചെറുതായിട്ടൊക്കെ ടെൻഷൻ. മൊത്തം ഒരു ത്രില്ലറായിരുന്നു ഇന്നലെ അല്ലേ? കൊള്ളാം. എല്ലാം കൊണ്ട് നല്ലൊരു ഡേ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ എന്തായാലും ഇന്ന് ഒരു ദിവസം കൂടി ഇവിടെ കാണും. നാളെ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് വീട്ടിൽ പോകും. അപ്പൊ എന്തായാലും അത്ര ഉള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.